ഹായ് ഹായ് വെൽക്കം ടു വാച്ച്മാൻ. നിങ്ങൾ തംബ്നെയിലൊക്കെ കണ്ട പോലെ ഇന്ന് നമ്മുടെ കയ്യിലൊരു ഒരു ഒരു കൈൻഡ് ഓഫ് ഒരു നൊസ്റ്റാൾജിയ ഉള്ളൊരു പെർട്ടിക്കുലർ വാച്ചാണ് കാസിയോൻ്റെ A168 എന്ന് പറയുന്ന ഒരു വാച്ച്. ഇപ്പോൾ കാസിയോ കാറ്റലോഗിൽ അത് കാസിയോ വിൻറ്റേജ് വാച്ചായിട്ടാണ് അവർ ലേബൽ ചെയ്തതാണ്. അപ്പോൾ ഞാനിങ്ങനെ കാസിയോ വാച്ചിൻ്റെ കാറ്റലോഗിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒത്തിരി ജി ഷോക്സ് ഉണ്ട്. പിന്നെ ഒരു എഡിഫിസ് എന്ന് പറയുന്ന സബ് ബ്രാൻഡിൽ വരുന്ന കുറേ വാച്ചുകളുണ്ട്. പിന്നെ ഞാൻ കണ്ടത് വിൻറ്റേജ് കാസിയോ വാച്ചസ് ആണ്. ആ വിൻറ്റേജ് കളക്ഷനിൽ വരുന്ന എനിക്ക് പെർട്ടിക്കുലറായിട്ട് വളരെ വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു വിൻറ്റേജ് A168 എന്ന് പറയുന്ന ഒരു വാച്ച് മേടിക്കാൻ. അപ്പോൾ ആ വാച്ച് മേടിച്ച് കഴിഞ്ഞിട്ട് ഇതൊരു $20 to $30 കിട്ടും. നല്ലൊരു ഓഫർ ടൈമിലൊക്കെ ബിറ്റ്വീൻ 20 to 30 അങ്ങനെ വാങ്ങിച്ചൊരു വാച്ചാണ് ഇത്, കാസിയോ വിൻറ്റേജ് വാച്ച്. നമുക്ക് ബോക്സ് എന്താണെന്ന് നോക്കാം, ബോക്സ് കോണ്ടൻറ്റ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു പേപ്പർ ബോക്സ്, ഒരു കാർഡ്ബോർഡ് ബോക്സാണ്. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് വാച്ച് ഇവിടെ കിട്ടും. വാച്ച്, പിന്നെ ഉള്ളിലൊരു മാനുവൽ ആക്സസ് ചെയ്യണത് ഈ പിറകിൽ കൂടെയാണ്. ഉള്ളിലൊരു മാനുവലും പിന്നെ ഒരു വാറണ്ടി കാർഡുമാണ് വരുന്നത്. നമുക്കിനി ബോക്സ് മാറ്റി വെച്ചിട്ട് ഈ കവറിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ കവറിൻ്റെ ഉള്ളിൽ ഒരു ടാഗ് ഉണ്ട്. ടാഗിൽ കാസിയോ ടാഗ് A168WA1YES, അതാണ് ഈ പെർട്ടിക്കുലർ വാച്ചിൻ്റെ മോഡൽ. ഇതിൻ്റെ ഉള്ളിലെ മൂവ്മെൻറ്റിൻ്റെ നമ്പറാണെന്ന് തോന്നുന്നു 3298. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം A168 വാച്ച് ഇതൊരു വന്നിട്ട് 90s തന്നെ ഏറ്റവും വലിയ തരംഗം നടത്തിയ ഒരു വാച്ച് മോഡലാണ്. അന്നേരം എല്ലാ ആൾക്കാരുടെയും കയ്യിൽ, എല്ലാ വാച്ച് എന്തൂസിയസിൻ്റെ കയ്യിലും നിങ്ങൾക്ക് കാണാൻ പറ്റിയിരുന്ന ഒരു വാച്ചാണ് കാസിയോ. പിന്നെ ഇതിൻ്റെ ഈ ഇത്രയും ലോ പ്രൈസ് കാരണം എല്ലാവർക്കും ഇത് അറ്റൈനബിൾ ആയിരുന്നു ഒരേപോലെ. എനിക്ക് തോന്നുന്നു ഒരു 1980s അവർ ജി ഷോക്ക് ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണേ. അന്നേരം ജി ഷോക്കിനേക്കാളും ഒരു പടി മുന്നിൽ നിന്നിരുന്ന ഒരു പെർട്ടിക്കുലർ മോഡലാണ് A168 അല്ലെങ്കിൽ A158 മോഡൽസൊക്കെ. ഇതിൻ്റെ തന്നെ ഒരു ചെറിയ വേർഷൻ ഉണ്ട് A158. ഞാനത് എടുത്തില്ല, കാരണം അതാണ് കുറച്ചും കൂടി ഒരു റെട്രോ സ്റ്റൈൽ ഇതിനേക്കാളും നന്നായിട്ട് തരണം. പക്ഷെ അതിൻ്റെ കേസ് വിട്ട് ഒത്തിരി ചെറുതായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഹാൻഡ് ഒരു 6.57 ഇഞ്ച് ഉള്ളതുകൊണ്ട് അത് എൻ്റെ ഹാൻഡിന് അത്രയധികം ഒരു സ്യൂട്ട് ചെയ്തിരുന്നില്ല. ഇത് വന്നിട്ട് ഒരു 36 വരെയാണ് ഇതിൻ്റെ ഒരു കേസ് വിട്ട് എന്ന് പറയുന്നത്. അപ്പോൾ വലിയ ഹാൻഡ്സിലും അത്യാവശ്യം നല്ലോണം സ്യൂട്ടാവും. എന്നിരുന്നാലും ഇതൊരു ചെറിയ വാച്ചാണ്. നിങ്ങൾക്ക് കാണാം. ഇനി ഞാൻ ഈ വാച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഒരു 18 mm ലെഗ് വിഡ്ത്താണ് ഇതിന് വരുന്നത്. ലെഗ് ടു ലെഗ് എന്ന് പറയുന്നത് സംവെയർ അറൗണ്ട് 38 to 39 mm. പിന്നെ ഒരു ക്ലോസ്ഡ് കേസ് ബാക്ക്, ഒരു സ്ക്രൂഡ് കേസ് ബാക്കാണ്. പിന്നെ ഇതിൻ്റെ ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഹൈ ക്വാളിറ്റി ബ്രേസ്ലെറ്റ് ഒന്നല്ല. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഇതൊരു ഫോൾഡഡ് ബ്രേസ്ലെറ്റ് ആണ്. പിന്നെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ക്ലാസ്പ് ഉണ്ട്. നിങ്ങൾക്കിത് ഏതെങ്കിലും ഒരു ചെറിയൊരു ടൂൾ വെച്ചിട്ടോ ഒരു ട്വീസർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തിയൊക്കെ വെച്ചിട്ടോ നിങ്ങൾക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഫങ്ഷണാലിറ്റി വരാണെങ്കിൽ ഒരു LED വാച്ചാണിത്, LCD വാച്ചാണ്, ഒരു LCD വാച്ചാണിത്. പിന്നെ ഈ പെർട്ടിക്കുലർ A158 ഇല്ലാത്തതും A168 ഉള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോ ലൂമിനസെൻസ് ആണ്. നിങ്ങൾക്ക് കാണാം, വളരെ ലെജിബിളായിട്ടുള്ള ഒരു ലൈറ്റാണ് ഈ പെർട്ടിക്കുലർ വാച്ചിലുള്ളത്. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വരാണെങ്കിൽ അലാം ഉണ്ട്, സ്റ്റോപ്പ് വാച്ച് ഉണ്ട്, പിന്നെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാം, പിന്നെ ഇവിടെ 24 hour ക്ലോക്ക്. അതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഉണ്ടല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഇത് ഒത്തിരി കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വാച്ചാണ്. ഞാൻ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു റിസ്റ്റ് ഷോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. റിസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വാച്ചാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രേസ്ലെറ്റ് അത്ര ഒരു ഹൈ ക്വാളിറ്റി ബ്രേസ്ലെറ്റിൽ അല്ലാത്തതുകൊണ്ട് ഒരു ഫോൾഡഡ് ബ്രേസ്ലെറ്റ് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ഹെയർ പുള്ളിങ് പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ ബ്രേസ്ലെറ്റ് വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പക്ഷേ ഇതിൻ്റെ കേസ് വന്നിട്ട് റെസിൻ ഓർ പ്ലാസ്റ്റിക് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഒരു കേസ് വന്നിട്ട് ക്രോം പ്ലേറ്റഡ് റെസിനാണ്. പിന്നെ ഇതിൻ്റെ ഒരു വാട്ടർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 30 meters ആണ്, ഓർ 3 bar. പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാം, ഒത്തിരി വീഡിയോസ് ഉണ്ട്. ഈവൻ ദോ കമ്പനി ക്ലെയിം ചെയ്യുന്നത് 3 bar വാട്ടർ റെസിസ്റ്റൻസ് ആണെങ്കിലും ചില കേസുകളിൽ ഈവൻ 10 bar വരെ ഇത് ഹോൾഡ് ചെയ്തിട്ടുണ്ട് ആക്ച്വൽ ടെസ്റ്റിൽ.
പക്ഷേ കമ്പനി ക്ലെയിം ചെയ്യണത് 3 bar ഓഫ് വാട്ടർ റെസിസ്റ്റൻസ് ആണ്. അതൊക്കെയാണ് ഈ പർട്ടിക്കുലർ വാച്ചിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള. വളരെ നല്ലൊരു വാച്ചാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഒരു റെട്രോ സ്റ്റൈൽ, ഒരു വിൻറ്റേജ് സ്റ്റൈൽ വാച്ച് വേണം, എന്നാൽ അത്യാവശ്യം റിലയബിളായിട്ടൊരു വാച്ച് വേണം, നിങ്ങളുടെ ബഡ്ജറ്റ് വളരെ ലിമിറ്റഡ് ആണ്, $20 to $30 എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ റുപ്പീസ് ഒരു 2000 to 2500 വളരെ അറ്റൈനബിൾ ആയിട്ടുള്ളൊരു വാച്ചാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡ്യൂറബിലിറ്റീനെ കുറിച്ചൊന്നും അത്ര അധികം വിഷമിക്കേണ്ട കാര്യമില്ല. ഡെഫിനറ്റ്ലി ഇതൊരു മോർ ദാൻ 5 years സുഖമായിട്ട് റൺ ചെയ്തോളും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കേസ് റെസിനായതുകൊണ്ട് പതിയെ ക്രോം പ്ലേറ്റഡ് കാര്യങ്ങൾക്കൊക്കെ സ്ക്രാച്ചും സ്മഡ്ജസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ $20 to $30 ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഇത് എത്രയും ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്ത് അടുത്തൊരു വാച്ച് വാങ്ങാം. അപ്പോൾ അതാണ് കാസിയോ വാച്ച് എന്തൂസിയസിൻ്റെ ഇടയിൽ വളരെ വളരെ പ്രിയപ്പെട്ട ഒരു വാച്ചാണ്. ഒത്തിരി ഡിസ്കഷൻസ് ഉണ്ട് കാസിയോ G-Shocksനെ പറ്റി ഈ ഇടയ്ക്കൊക്കെ. കാസിയോൻ്റെ എല്ലാ വാച്ചുകളും നിങ്ങൾക്ക് കാറ്റലോഗ് നോക്കിയാൽ കാണാം, എല്ലാ വാച്ചുകളും ക്വാർട്സ് വേരിയൻ്റാണ് വരുന്നത്. അങ്ങനെ അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഈ വാച്ചിലുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, പീസ്.